സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരപരിഷ്ടായ രാമകൃഷ്ണായ തേ നമഃ. സംപൂജ്യരായ പുണ്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഈ പവിത്രമായ ആശ്രമത്തിൻ്റെ പരിധി മാത്രമല്ല, ഈ നാടിൻ്റെ മുഴുവൻ തന്നെ ചൈതന്യത്തിന് ചന്തമേറിക്കൊണ്ട് വിലച്ചേരിടുന്ന ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും മാതൃദേവി ശ്രീ ശാരദാദേവിയുടെയും അവരുടെ അരിമശിഷ്യനായ വിവേകാനന്ദ സ്വാമികളുടെയും ഒക്കെ പ്രഭാപൂരിതമായ ചൈതന്യത്താൽ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിൽ, ഈ സങ്കേതത്തിൽ ഞാൻ എൻ്റെ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് രണ്ടു വാക്ക് പറയുവാൻ ശ്രമിക്കുകയാണ്. ആദരണീയനായ ആശ്രമ മഠാധിപതി സത്യേശ്വരാനന്ദജി, സന്നിഹിതരായിരിക്കുന്ന മറ്റ് ഗുരുതുല്യരും ഭക്തരുമായിട്ടുള്ള സഹോദരങ്ങൾ, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന കൂട്ടുമൊക്കെ ഞാനും സംഭ്രമിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്നലെ വരെ ശ്രീരാമകൃഷ്ണാശ്രമത്തിൻ്റെ പരിധിക്കുള്ളിൽ ഞാൻ ശ്രോതാവ് മാത്രമായിരുന്നു. ഇന്നാദ്യമായി ജീവിതത്തിൽ ഒരു വക്താവായിട്ട് ഞാൻ ഭക്തജനങ്ങളെ അഭിമുഖീകരിക്കുന്നു. അതൊരു വലിയ മാനസികമായ പരിഭ്രമത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സന്നിഹിതരായിരിക്കുന്നത് ഭഗവാന്റെ തിരുമുമ്പിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വളരെ ശൈശവാവസ്ഥ തൊട്ട് അച്ഛൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹം കൈപിടിച്ചുകൊണ്ട് വീട്ടിന് പുറത്തേക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നിനും തികത്തേക്ക്, അതിലൊന്ന് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായിരുന്നുവെങ്കിൽ രണ്ടാമതൊന്ന് ഓർമ്മയുള്ള കാലം തൊട്ട് കൊണ്ടുവന്നിരുന്നത് ഈ ആശ്രമത്തിലേക്കായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഇവിടെ രാവിലെ ഇതേപോലെ സത്സംഗം നടക്കുമായിരുന്നു. നിരഞ്ജനാനന്ദ സ്വാമികളായിരുന്നു അന്നത്തെ ഇവിടുത്തെ ആശ്രമാധ്യക്ഷൻ. പഴയ ആശ്രമമായിരുന്നു. അപ്പുറത്ത് തുപ്പുറത്തൊരു വരാന്തയുണ്ടായിരുന്നു. അവിടെ ബക്കറ്റിൽ വെള്ളം വെച്ചിരിക്കും, കാലുമൊക്കെ കഴുകി അകത്ത് കയറി ഇരിക്കുവാനായിട്ടുള്ള ഇതൊക്കെ വിരിച്ചിട്ടിരിക്കുമായിരുന്നു. അതിലിരിക്കും. ഓർമ്മയുള്ളത് മാന്യ ഹരിഹര സാറിൻ്റെ അതിഗംഭീരമായ ഭജന ഞങ്ങൾ ഏറ്റുപാടി ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആറാട്ടടവിൽ താമസിച്ച ശ്രീനിവാസൻ പിള്ള സാറ്, അദ്ദേഹം കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് ജപിച്ചു തരുമായിരുന്നു. അങ്ങനെ ഭക്തിസാന്ദ്രമായ 1 മണിക്കൂർ 1.5 മണിക്കൂറുള്ള സത്സംഗം. ആദ്യമായി ശ്രീരാമകൃഷ്ണദേവന്റെ ചിത്രം മനം കുളിർക്ക കാണുവാനും അദ്ദേഹത്തിന് മുമ്പിൽ ഇത് ഭജിക്കുവാനും ഒക്കെയുള്ള അവസരം ഈ ആശ്രമമാണ് എനിക്കുണ്ടാക്കി തന്നിട്ടുള്ളത്. വീട്ടിലും അച്ഛൻ ഈ അവതാര പുരുഷന്മാരോടൊക്കെയുള്ള സ്നേഹവായ്പിൻ്റെയും പ്രേമവായ്പിൻ്റെയും ഭക്തിയുടെയും ഒക്കെ ഫലമായിട്ട് വീട്ടിലും കയറി വരുന്ന വിവേകാനന്ദ സ്വാമികളുടെ ഗംഭീര ചിത്രവും ശ്രീരാമകൃഷ്ണദേവന്റെയും ശാരദാദേവിയുടെയും ഒക്കെ ചിത്രവും ഒക്കെ വീട്ടിലെ പൂജാമുറിയിലും ഉണ്ടായിരുന്നു. ഈ പ്രകീർത്തനങ്ങൾ ഭജനയും ഒക്കെ ആയിട്ടാണ് ഞാൻ വളർന്നു വന്നത്. കണ്ട് എനിക്ക് ചുരുക്കം പറയുവാനുള്ളത്, എന്നെ ഇവിടെ പുകഴ്ത്തി വലിയ പ്രാസംഗികൻ, ഞാൻ പ്രാസംഗികനൊന്നുമല്ല. അഥവാ എൻ്റെ നാവിൽ നിന്നും എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പൂർണ്ണമായും ഭഗവാന്റെ സമർപ്പിതമായ മനസ്സോടുകൂടിയാണ് എന്ന് ജീവിക്കാറുള്ളത്. പരിവേഷമൊന്നുമില്ല. പക്ഷെ ആ ശ്രീരാമകൃഷ്ണ പരമഹംസനുള്ള സമർപ്പ ജീവിതമുള്ളവർക്ക് ഒരു പടിയിലും പതറേണ്ടി വരികയില്ല എന്നുള്ള ഒരു സത്യമുള്ളതുകൊണ്ട്
ഒരു മാസം മുമ്പാണ് സ്വാമിജിയെ ഇവിടെ ചെന്ന് കണ്ടത്. നമ്മുടെ സ്വാമിജിയുമായിട്ട് കൂട്ടിമുട്ടാനുള്ളൊരു അവസരമുണ്ടായി. അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇതിലൂടെ വന്ന് എനിക്ക് ഇവിടെ ഇരിക്കാനുള്ളൊരു ലോകമുണ്ടായത്. അപ്പോൾ ഈ പ്രവൃത്തിയിലും എൻ്റെ നടത്തയിലും എൻ്റെ ഇരുത്തത്തിലും എൻ്റെ സംസാരത്തിലും എൻ്റെ വ്യക്തിത്വത്തിലും എൻ്റെ ചിന്തയിലും എൻ്റെ ഭൗതിക തലത്തിലും എൻ്റെ ആത്മാവിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ രാമകൃഷ്ണ പരമഹംസരെ ഉള്ളാലെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിക്കും. പണ്ട് നമ്മുടെ നാട്ടിൽ ഭിക്ഷയാചിക്കാനായിട്ട് വീടുകളിൽ ആൾക്കാർ വരുമായിരുന്നു. അമ്മ വലുതും തന്നെ കയ്യിലിട്ടു ഇല്ലെ പിച്ചപ്പാടാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പിച്ച എന്നുള്ള പദം നമ്മൾ സാഹിബിൻ്റെ ഭരണകാലം തൊട്ടാണ് ഏറ്റെടുത്തത്. ബഗർ ലേഡി ബഗർ എന്നൊക്കെ പറയാൻ പഠിച്ചത് ബ്രിട്ടീഷുകാരുടെ സാഹിബന്മാരുടെ വരവോടുകൂടിയായിരുന്നു. അതിന് മുമ്പ് നമുക്കതില്ലായിരുന്നു. ഭിക്ഷയാചിക്കാൻ വരുന്നവരെ ധർമ്മക്കാരെന്നാണ് വിളിച്ചിരുന്നത്. ആ ധർമ്മം യാചിച്ചുകൊണ്ട് വരുന്ന കയ്യിലിട്ടും അല്ലെ പിച്ചപ്പാടം കിട്ടും, പാടം കിട്ടും. അതിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു പിടി അരി അല്ലെങ്കിൽ ഒരു നാണയത്തുട്ട്. ഇതിൽ നിന്നും അവൻ്റെ കുക്ഷി വയറിനെ ഉദരം നിറയ്ക്കുന്നു, സംതൃപ്തനാകുന്നു, ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ചുരുക്കം വച്ചു നീട്ടുന്ന കരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അതാണ് അയാളെ നിലനിർത്തിയത്. നിലനിർത്തലാണല്ലോ ധർമ്മം, ധാരണാധർമ്മം. പക്ഷെ ആ നിലനിർത്തലിന് വച്ചു നീട്ടിയ കയ്യിലേക്ക് ഭിക്ഷ, നമ്മുടെ ഭാഷയിൽ ധർമ്മം കൊടുക്കാന്നാണ് പറഞ്ഞത്. കൊടുക്കുന്ന ധർമ്മം, നീട്ടിയ കരങ്ങൾ ധർമ്മം ഏൽക്കുകയാണ്, സ്വീകരിക്കുകയാണ്. സ്വീകരിക്കണമെങ്കിൽ ഒന്ന് വീഴണമെങ്കിൽ കൊടുക്കണം, നൽകണം. നൽകലും നേടലും, നൽകലും അത് നേടലും. ഈ നൽകലാണ് മറ്റൊരാൾക്ക് നേടാൻ അവസരമുണ്ടാക്കുന്നത്. ആ നേടലാണ് ധാരണാധർമ്മം. നമ്മുടെ ധർമ്മമാത്രമായ പാഠം പഠിപ്പിച്ചു. ഒന്ന് നേടിയാൽ മാത്രമേ എനിക്ക് നിലനിൽക്കാനൂ. എൻ്റെ മുമ്പിൽ കൈനീട്ടുന്നവന് ഒരു പിടി അരി കൊടുക്കുന്നു, ഒരു നാണയം കൊടുക്കുന്നു, അവൻ സന്തോഷവാനാകും. അപ്പൊ നൽകലിലൂടെ നൽകുന്നവനെല്ലാം സന്തോഷവാൻ, നേടുന്നവനാണ്. അപ്പൊ നൽകലും നേടലും എവിടെ യോജിക്കുന്നുവോ അവിടെയാണ് ധർമ്മത്തിൻ്റെ വിചിന്തനങ്ങൾ. നമ്മുടെ യഥാർത്ഥ ചാറ്റർജി കൽക്കട്ടായി ജനിച്ചു വളർന്ന അദ്ദേഹം ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹം സത്യത്തെ തിരിച്ചറിഞ്ഞു, സത്യജ്ഞാനത്തെ അദ്ദേഹം ആർജിച്ചു. അതുകൊണ്ട് എല്ലാത്തിനും തിരിച്ചറിവുണ്ടായിരുന്നു. ഇവിടെ മുമ്പേ പാടിയപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് ചില സ്വഭാവങ്ങളെ പറ്റിയുള്ള വർണ്ണനകൾ നമ്മുടെ രാമകൃഷ്ണ ഭാഗവതം പാരായണമൊക്കെ അടുത്ത കൈകൊണ്ട് തുനിച്ചിട്ടുണ്ട്. അദ്ദേഹം പണം കൈകൊണ്ട് നടത്തിക്കൊണ്ടാൽ കൈകൊള്ളും. എൻ്റെ പേരിൽ വസ്തു വാങ്ങിച്ച് നിങ്ങളെല്ലാവരും കൂടെ എന്നെ ബന്ധിക്കാനുള്ള ശ്രമം നടക്കില്ല. കർക്കശതയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഭൗതികപരമായ ആർജനത്തിൽ, സ്വീകാര്യത്തിൽ. അതിന് വിരുദ്ധനായി നിന്ന ഒരു അവതാരവരിഷ്ഠനായിരുന്നു രാമകൃഷ്ണ പരമഹംസൻ. പക്ഷെ അദ്ദേഹം നമ്മളെ പാഠം പഠിപ്പിച്ചു. നൽകണം. നീ കല്ലിൽ നിർമ്മിച്ച് ശിവന്റെ മുമ്പിൽ നീ നിവേദ്യങ്ങൾ കൊണ്ടുവച്ച് നിവേദിക്കുന്നു ആയിക്കൊള്ളു. പക്ഷേ അതിലുപരി നിന്റെ മുമ്പിൽ കേഴുന്ന ശിവന്മാരുണ്ട്. ആ ശിവനെ നീ നേദിക്കും. ജീവനിൽ ശിവസേവ ഒഴിഞ്ഞ മഹാശിവൻ. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞു, യൂണിവേഴ്സിറ്റിയിൽ പോയി വിദ്യാഭ്യാസമൊന്നും വേണ്ട. പക്ഷേ അദ്ദേഹം എല്ലാ മതങ്ങളെയും അദ്ദേഹം സ്വാംശീകരിച്ചു, പഠിച്ചു. അദ്ദേഹം അതിൻ്റെ എന്താണെന്നുള്ള ശരിക്കും പ്രായോഗികമായിട്ട് അനുഭവിച്ച് പഠിച്ച് അദ്ദേഹം ഉപദേശിച്ചു നമ്മളെ. വഴിയും മൊഴിയും വ്യത്യസ്തം, ലക്ഷ്യമൊന്ന്. ആ ലക്ഷ്യം ചതുർവിധ പുരുഷാർത്ഥത്തിൻ്റെ പരമമായ പുരുഷാർത്ഥമായ മോക്ഷമാണ്. മോക്ഷേച്ഛയ്ക്ക് ഈ ധർമാനുഷ്ഠാനം അനിവാര്യമാണ്. 2 തരം മനുഷ്യരെ ഇവിടെ ഉള്ളത്. ഒന്ന് നമ്മളെപ്പോലുള്ളവർ, ശ്രേയോമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ. അപ്പൊ ഈ പ്രേയോമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരും ശ്രേയോമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ ശരീരത്തിൻ്റെ സുഖകാംക്ഷ ഇച്ഛിക്കുന്നവൻ എൻ്റെ മാർഗം പ്രേയോമാർഗം. ആത്മാവിൻ്റെ സുഖം, ആത്മസുഖം തേടിപ്പോകുന്നതിന് ശ്രേയോമാർഗത്തിലൂടെ. പക്ഷേ ഈ പ്രേയോമാർഗത്തിലൂടെ പോകുന്നവര് ഒരു ലക്ഷ്യം മുന്നിൽ വെക്കണം. അത് ഏറ്റവും പരമമായിരിക്കണം, ശ്രേഷ്ഠമായിരിക്കണം, അനിത്യമായിരിക്കണം. അത് ശ്രേഷ്ഠതയെ രൂപീകരിക്കണം. അവിടെയാണ് കൽപ്പിത പുരുഷാർത്ഥത്തിലെ മോക്ഷം. അതുകൊണ്ട് തന്നെ രാമകൃഷ്ണ പരമഹംസര് ഒത്തിരി പാഠങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ച പാഠത്തിൽ നമുക്ക് നൽകലിൻ്റെയും ജീവനിൽ ശിവസേനയുടെയും പാഠമൊക്കെ പഠിപ്പിച്ചു.
ഈ ജീവന് ശിവസേവ പഠിപ്പിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആ ജ്ഞാനവുമായിട്ട് തത്വസംഹിതകളുമായിട്ട് അനേക ശിഷ്യന്മാരുണ്ടായി. 10-15 ശിഷ്യന്മാരെ അദ്ദേഹം തന്നെ സൃഷ്ടിച്ചു. അതിൽ നിന്ന് ചില മഹാശയന്മാർ കേരളത്തിൻ്റെ മണ്ണിലൂടെ, നമ്മുടെ മണ്ണിലൂടെ, നമ്മുടെ സംസ്ഥാനത്തിലൂടെ പദവയ്പ് നടത്തി. സ്വാമി വിവേകാനന്ദൻ വന്നിരുന്നു. അതിനു മുമ്പേ രാമകൃഷ്ണാനന്ദ ഇതിലെ കൂടെ ഏകദേശം 2005-ലും 2007-ലോ ഒക്കെ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. ബ്രഹ്മാനന്ദ സ്വാമിജികൾ ഇതുവഴി വന്നിരുന്നു. നിർമ്മലാനന്ദ സ്വാമികൾ ഇതുവഴി വന്നിരുന്നു. അപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആ തത്വസംഹിതകളെ ഇങ്ങോട്ട് വിളമ്പിത്തരുവാൻ നമുക്ക് ഗിഫ്റ്റായിരുന്നു അത്. രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യന്മാർ തന്ന ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് ഇന്നും തുറന്നു നോക്കാത്തവരുണ്ട്. സമ്മാനപ്പൊതി കൊണ്ടുവന്ന അലമാരി അടക്കൂട്ടി വെച്ചവരൊക്കെ ഉണ്ട്. ആ സമ്മാനപ്പൊതി നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ അവതാളം, ഈ എന്താ പറയുന്നത്, അരക്ഷിതാവസ്ഥ, ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കുറെ കൂടെ ധാർമ്മികമായ നറുപ്രകാശം പരത്തുന്ന ഒരു ഉത്തരപ്രദേശമായി ഭാരതക്ഷേത്രം പരിണമിച്ചേനെ. ഇത് നിർമ്മലാസ്വാമികൾ 1911 ആലപ്പുഴയുടെ മണ്ണിൽ കാലുകുത്തി. അദ്ദേഹം നേരേക്ക് വന്നു, ഹരിപ്പാട്ട് വന്നു. ശ്രീരാമകൃഷ്ണ സെപ്റ്റംബർ 17 പറ്റോ ശ്രീരാമകൃഷ്ണ ഭക്തസംഘങ്ങൾ ഒരു വലിയ സമ്മേളനം തന്നെ നടത്തി. അദ്ദേഹം ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഏതർത്ഥത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന കാര്യത്തിലല്ല, പ്രായോഗികത ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിൽ. അന്ന് ഹരിപ്പാട്ട് വന്നപ്പോൾ അവിടെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടായിരുന്നു. ആ മഹോത്സവം സദ്യ ഉണ്ടവരൊക്കെ ഇങ്ങനെ നിരപ്പ് ഇലയെടുക്കാൻ പാടുള്ള അതിഥിയാണ്, അതിഥി ദേവോ ഭവ. ഊണ് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ കോളനിയിലെ ഹരിജനങ്ങൾ വന്നുണ്ടിട്ടിരിച്ച പന്തിയിലെ ഇലയെടുക്കുവാൻ സംഘാടകർ മടിച്ചു നിന്നപ്പോൾ നിർമ്മലാനന്ദ സ്വാമികൾ, തുളസി മഹാരാജ്, അദ്ദേഹം ഓടിച്ചെന്ന് ആ ഇളകൾ എടുത്തുകൊണ്ട് വിപ്ലവാത്മകമായ ആ പ്രവൃത്തിയിലൂടെ ജനഹൃദയങ്ങളിൽ പരിവർത്തനം വരുത്തി. പ്രസംഗത്തിലൂടെ അല്ല. അപ്പോ ആ അത്തരത്തിലുള്ള നിർമ്മലാനന്ദ സ്വാമികളുടെ ആ ഒരു ആദ്യ വരവോടുകൂടി അനേകം പേർ അദ്ദേഹത്തിൽ ആകൃഷ്ടനായി, അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അദ്ദേഹം 1938 സമാധി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മഹത്വം 17 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. 17 ആശ്രമങ്ങൾ വാടക കെട്ടിടത്തിലായിരുന്നില്ല, സ്വന്തമായി ആർജിച്ച സ്ഥലത്ത് പടുത്തുയർത്തിയ കെട്ടിടങ്ങളിൽ ആശ്രമങ്ങൾ. ഹരിപ്പാട്, മുട്ടത്ത്, തിരുവല്ലയിൽ, ആലപ്പുഴയിൽ, അങ്ങനെ ആലപ്പുഴ ജില്ലയുടെ പല ഭാഗത്തും, വെട്ടിക്കോട്ട്, അടൂര്, പിന്നെ അങ്ങ് തിരുവനന്തപുരത്ത് പോയി ഒറ്റപ്പാലത്ത് എല്ലാം ധാരാളം ആശ്രമങ്ങൾ സ്ഥാപിച്ചു. കൊല്ലത്ത് 17 ആശ്രമങ്ങളും 34ഓളം സന്യാസി ശ്രേഷ്ഠന്മാരെ അദ്ദേഹം സൃഷ്ടിച്ചു. ഇതിന് ആലപ്പുഴക്കാർക്ക് ഏറെ അഭിമാനിക്കാം. അദ്ദേഹം സന്യാസി ശ്രേഷ്ഠന്മാരെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ ആദർശധാരയിൽ വ്യാപൃതരായിക്കൊണ്ട് അനേകം പേർ നമ്മുടെ ജില്ലയിൽ നിന്ന് വന്നു. ഞാൻ ഈ ഒരു വിഷയമാക്കി അടുത്ത കാലത്ത് ചുമ്മാ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാക്കി എന്നെപ്പോഴും അമ്പരപ്പിച്ചു കഴിഞ്ഞു. ആ നിർമ്മലാനന്ദ സ്വാമികൾ പവിത്ര മഹാപ്രഭാവമെത്ര മഹത്തരമാണ്. അദ്ദേഹം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിന്നും 18 സന്യാസിമാരെ സൃഷ്ടിച്ചു. ഓർക്കണം, എന്നാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ, ആദ്യകാലത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആദർശ സംഹിതയുമായി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു തത്വങ്ങളെ വിളമ്പിക്കൊണ്ട് അതിലാകൃഷ്ടരായി അതുകൊണ്ട് മുന്നോട്ട് വന്ന 18 സ്വാമിമാർ. അതിൽ ഏയിൽ തുടങ്ങുകയെങ്കിൽ ആയിൽ തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ പേര് അംബാനന്ദ സ്വാമി എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത്. ആ അംബാനന്ദ സ്വാമി ജനിച്ചത് അദ്ദേഹം കന്യാകുമാരിയിൽ നിന്നും മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം ഈ മാവേലിക്കരയ്ക്ക് താമസം മാറ്റിയ കുടുംബക്കാരുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ നിന്നുള്ള മാച്ചിനാട്ട് വെള്ളാള കുടുംബത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ് അംബാനന്ദ. അദ്ദേഹത്തിൻ്റെ ജനനവും ബാല്യവും പഠനവും ഒക്കെ ഈ കണ്ണൂരിൽ നടന്നു. ഇവിടെ അദ്ദേഹം കൈമൂട്ടിൽ എന്ന് പറയുന്ന കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹത്തിന്റെ കൈമൂട്ടിൽ കുടുംബത്തിൽ നിന്നും മറ്റൊരാൾ കൂടി സന്യാസിയായിട്ടുണ്ട്, ഓജസാനന്ദ. അദ്ദേഹത്തിന്റെ ജനന വർഷം പോലും ഇന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ നിർമ്മലാനന്ദ സ്വാമികൾ പ്രഭാവത്തിൽ 10-18 സന്യാസിമാർ. പുരുഷോത്തമാനന്ദ സ്വാമികൾ തിരുവല്ലയിൽ അദ്ദേഹം വസിഷ്ഠ ഗുഹയിലൊക്കെ പോയി തപസ്സിരിക്കുകയും അദ്ദേഹം വിശ്വവിഖ്യാതനായി. നിരഞ്ജനാനന്ദ സ്വാമികൾ
മാവേലിക്കരയിലെ മാമ്പഴയിൽ കുടുംബത്തിൽ പിറന്ന ഡോക്ടർ എം ജി പണ്ടാരിയുടെ സഹോദരനായ നിരഞ്ജനാനന്ദ സ്വാമികൾ, അദ്ദേഹം മാമാർ NSS നായർ സമാജ സ്കൂളിൽ അധ്യാപകനായിരുന്നു. അതിനു മുമ്പ് സബ് രജിസ്ട്രാറായിട്ട് ജോലി ചെയ്തിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം കൊല്ലത്ത് അഡ്വക്കേറ്റായി BL എടുത്തതിന് ശേഷം അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ആശ്രമാധിപനായിട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്നു. നിരഞ്ജനാനന്ദ സ്വാമി 1973 അദ്ദേഹം സമാധിയാകുന്നത്. ആ നിരഞ്ജനാനന്ദ സ്വാമികൾ, വാഗീശ്വരാനന്ദ സ്വാമികൾ ചെങ്ങന്നൂര് മഞ്ചനാമടം വന്ന വിശുദ്ധമായ കുടുംബത്തിൽ നിന്നു. ആ കുടുംബത്തിൽ നിന്ന് പിന്നീട് ഹൈന്ദവ പ്രസ്ഥാനത്തിൽ സംഖ്യാലകന്മാരും പല പല വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധാനന്ദ സ്വാമികൾ മാലക്കരയില്, വിമലാനന്ദ സ്വാമികൾ പത്തിയൂരിൽ നിന്നും 1903 ജനിച്ച 1985 സമാധിയായ സ്വാമിജി, അനന്താത്മാനന്ദ സ്വാമികൾ ആലപ്പുഴയിൽ നിന്ന് സന്യാസിയായി ആലപ്പുഴ ശ്രീരാമകൃഷ്ണ യോഗാനന്ദാശ്രമത്തിന്റെ അധ്യക്ഷ പദവിയിലൊക്കെ ഇരുന്നിട്ട് അദ്ദേഹം പ്രദാനം ചെയ്തു. ബാലകൃഷ്ണാനന്ദ സ്വാമികൾ രാമങ്കരിയിൽ നിന്നും കുട്ടനാട്ടിൽ നിന്നും, ഗണാനന്ദ സ്വാമികൾ കുട്ടനാട്ടിൽ നിന്നും ഉണ്ടായി. ചിൽസുഖാനന്ദ സ്വാമികൾ ഹരിപ്പാട് ആശ്രമത്തിൽ നിന്നും, നിർമ്മലാനന്ദ സ്വാമിയുടെ ആദ്യ സന്ദർശനം തൊട്ട് അദ്ദേഹത്തെ കാണുകയും കണ്ടുമുട്ടുകയും ചെയ്ത ചിൽസുഖാനന്ദ സ്വാമികൾ, അദ്ദേഹം ആശ്രമ അധ്യക്ഷനായിട്ടിരിക്കുന്ന കാലത്താണ് ഹരിപ്പാട് ആശ്രമം വിവാദങ്ങളിൽപ്പെടുന്നതും 10-30 കാലം നീണ്ടു നിന്ന ബൃഹത്ത കേസിന് ഒടുവിൽ ഒക്കെ രാമകൃഷ്ണ മിഷൻ സ്ഥലങ്ങളൊക്കെ തിരിച്ചു കിട്ടി. അവിടെ ഗംഭീരമായിട്ട് നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ജൈത്രാനന്ദ സ്വാമികൾ വള്ളംകുളം, നീലകണ്ഠാനന്ദ സ്വാമികൾ ആലപ്പുഴ, ഓജസാനന്ദ സ്വാമികൾ കൈമൂട്ടിൽ ഇവിടെ തന്നെ കണ്ണൂരിൽ തന്നെ, ശേഖരാനന്ദ സ്വാമികൾ ആറന്മുള, സുഖാനന്ദ സ്വാമികൾ കുട്ടനാട് നാരകത്തറ, വിമോക്ഷാനന്ദ സ്വാമികൾ തിരുവല്ല, സമഗ്രാനന്ദ സ്വാമികൾ തിരുവല്ല. അപ്പൊ നോക്കണം, 18 സന്യാസിമാരെ നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ഈ നിർമ്മലാനന്ദ സ്വാമികൾ ആദർശധാരയിൽ ആകൃഷ്ടരായി മുന്നോട്ട് വന്നു. ഈ കൂട്ടത്തിൽ വന്ന അംബാനന്ദ സ്വാമികളുടെ 152ാമത് ജയന്തി ആഘോഷിക്കുന്ന ഒരു അവസരമായിരുന്നു ഇത്. ഈ കഴിഞ്ഞ മാസം മിഥുനമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് അദ്ദേഹം പൂജാതനായത്. മിഥുനമാസം 26-ാം തീയതി ഭരണി നക്ഷത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പം 152ാം ജന്മദിനം കഴിഞ്ഞിട്ട് ഏതാനും ദിവസമേ ആയുള്ളൂ. 1935 നിർമ്മലാനന്ദ സ്വാമിയിൽ നിന്നും സന്യാസം സ്വീകരിച്ച അംബാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ സന്യാസ സ്വീകരണത്തിൻ്റെ ഏതാണ്ട് നവതി പൂർത്തിയായി. 91 വർഷം പൂർത്തിയാകുന്നത് ഈ 7-ാം തീയതി ആയിരുന്നു. അപ്പം അങ്ങനെ 7-ാം തീയതി ആയിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും ആ മഹാശയന്റെ ജീവിതവുമായിട്ട് നമ്മുടെ ഈ കണ്ണൂരിൽ ശ്രീരാമകൃഷ്ണ ഭജനാമൃത പാരായണം ആദ്യമായി കൈമുട്ടിൽ കുടുംബത്തിൽ വെച്ച് നടത്തിപ്പോന്നിരുന്ന അദ്ദേഹമായിരുന്നു. ആശ്രമസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അരിസാറിൻ്റെയൊക്കെ പിതാവായ നരേന്ദ്രൻ്റെയൊക്കെ അച്ഛനായിട്ടുള്ള ശ്രീനിവാസൻ പുളസാറിനൊക്കെ അത് അറിയാമായിരിക്കാം. അപ്പം ആദ്യകാലത്ത് കൈമുട്ടിൽ കുടുംബത്തിൽ ശ്രീരാമകൃഷ്ണ ഭജനാമൃത പാരായണം, അവിടെ വെച്ച് ശ്രീരാമകൃഷ്ണ ഭജനാമൃത സത്സംഗം നിരന്തരം കൈമുട്ടിൽ കുടുംബത്തിൽ വെച്ചെടുത്ത് നടത്തിപ്പോന്നിരുന്ന അംബാനന്ദ അദ്ദേഹത്തെ ഈ രാമകൃഷ്ണ ഭജനാമൃത സത്സംഗവും മറ്റും വായിച്ചു കേട്ടിട്ടുള്ളവര് അതിൽ ആകൃഷ്ടരായിട്ട് രംഗത്ത് വന്നു. 1905 ഇദ്ദേഹം തൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ കഴിഞ്ഞ അദ്ദേഹം മിടുക്കനായിരുന്നു അംഗഗണിതത്തിൽ, ബീജഗണിതത്തിലുമൊക്കെ. അതുകൊണ്ട് അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം തിരുവനന്തപുരത്ത് സർക്കാർ വക കോളേജിൽ ചേർന്നു, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ. അവിടെ അദ്ദേഹം ഒരു ഡിഗ്രി എടുത്തതിന് ശേഷം അദ്ദേഹം നേരെ എഞ്ചിനീയറിംഗിൽ പഠിക്കാനായി മദ്രാസിലേക്ക് പോയി. ഈ മദ്രാസിലേക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ജഡ്ജിയായിരുന്നു. ചൊക്കലിംഗം പിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് തന്നെ. അദ്ദേഹം വളരെ നീതിമാനും ശ്രേഷ്ഠനും അറിവുള്ളവനുമൊക്കെ ആയതുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ ഒരു ജഡ്ജിയായിട്ട് നിയമിച്ചിരുന്നു. ചൊക്കലിംഗം പിള്ളയുടെ പത്നിയുടെ പേര് ലക്ഷ്മി അമ്മായിരുന്നു. അവരുടെ 7 മക്കളിൽ മൂത്തയാളായിരുന്നു അംബാനന്ദ. അപ്പൊ അദ്ദേഹത്തെ ബാല്യത്തിലെ പേര് മധുരനായകൻ പിള്ള എന്നായിരുന്നു. നാട്ടുകാർ മധുരമെന്ന് വിളിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാധുസ്വാമി എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ പ്രകൃതം വളരെ സൗമ്യമായിരുന്നു. അപ്പോൾ മധുരനായകം ആ ബാല്യത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോയി. വീട്ടിൽ ഇതിനിടയ്ക്ക് 18-ാം വയസ്സിൽ അച്ഛനും 16-ാം വയസ്സിൽ അച്ഛനും 18-ാം വയസ്സിൽ അമ്മയും ദിവംഗതനായതുകൊണ്ട് അദ്ദേഹം വളരെ വീട്ടിൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ കെട്ടി വന്നു. ആ പ്രാരാബ്ദങ്ങൾ തീർക്കുവാനുള്ള സഹായം നൽകുവാനും ഒക്കെ 1906
മധുരനായകം മാന്നാർ നായർ സമാജ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു. ഇതിനിടയിൽ എഞ്ചിനീയറിംഗ് പഠനം അവിടെ തുടരുന്നു. അപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടുള്ള ജീവിതവും വീട്ടിലെ പ്രാരാബ്ദങ്ങളും ഒക്കെ അദ്ദേഹത്തെ ഒന്നിന് ഉറച്ചു നിൽക്കാൻ ഒക്കാത്ത അവസ്ഥയിൽ എത്തിച്ചു. ഉടൻ തൻ്റെ 23-ാം വയസ്സിൽ വീട്ടുകാരെ വിളിച്ച് അദ്ദേഹത്തെ വിവാഹം ചെയ്യിച്ചു. 23-ാം വയസ്സിൽ വിവാഹം ചെയ്ത അദ്ദേഹം 25-ാം വയസ്സിൽ ഭാര്യയുമായിട്ട് സമ്മതത്തോടുകൂടി വിവാഹമോചനവും നേടി. അദ്ദേഹം മദ്രാസിൽ തൻ്റെ പഠനം തുടർന്നു. ഇതിനിടയിൽ സ്വാമി വിവേകാനന്ദൻ 1897 തൻ്റെ ചിക്കാഗോ പ്രഭാഷണ പരമ്പരകളും പാശ്ചാത്യ യാത്രകളും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയ സമയം സ്വാമി വിവേകാനന്ദൻ രാമേശ്വരത്ത് വന്ന് കപ്പലിറങ്ങി, കൊളംബോ വഴി വന്നു, രാമേശ്വരത്ത് ഇറങ്ങി. അദ്ദേഹം ഇന്നത്തെ തമിഴ്നാട്, ഇന്നത്തെ ചെന്നൈയിൽ വന്നു. മദ്രാസിൽ 9 ദിവസം താമസത്തിനുണ്ടായിരുന്നു. ഐസ് ബംഗ്ലാവ് എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ അദ്ദേഹം താമസിച്ചിരുന്നു. അപ്പോൾ ഈ സ്വാമി വിവേകാനന്ദൻ മദ്രാസിൽ വന്നതും അദ്ദേഹം നിരന്തരം വൈകുന്നേരം പ്രഭാഷണങ്ങൾ നടത്തി. ഇത് കേൾക്കുവാനായി നമ്മുടെ ബാലനായ മധുരനായകവും കൂട്ടുകാരനുമായിട്ട് പോവുകയും 2 പ്രഭാഷണങ്ങൾ പൂർണ്ണമായി ഇരുന്ന് ശ്രമിക്കുകയും ചെയ്തു. സ്വാമി വിവേകാനന്ദനുമായിട്ട് സംസാരിക്കണമെന്നുള്ള അതിമോഹം അദ്ദേഹത്തിനുണ്ടായി. മരീന ബീച്ചിൽ സ്വാമി വിവേകാനന്ദൻ പ്രഭാഷണം ഉള്ള ദിവസം അദ്ദേഹത്തെ കാണുവാനായിട്ട് ചെന്നു. മധുരനായകം അദ്ദേഹം സംസാരിച്ചെന്നു. പരിചയപ്പെട്ടപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, മാർക്കറ്റ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഫെയിലാണ്, വീണ്ടും പേപ്പർ എഴുതിയെടുക്കാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. പോയി പഠിക്കാൻ പറഞ്ഞു. ചെറുപ്പക്കാർ നേരപ്പാട് നടക്കല്ല വേണ്ടത്, പോയി പഠിക്കുക, പഠനം പൂർത്തിയാക്കുക, നല്ല മാർക്കോടുകൂടി പാസ്സാകുക. അപ്പൊ അവന് ഇക്കാര്യത്തിൽ പഠനത്തിൽ പോലും സ്വാമി വിവേകാനന്ദൻ നമ്മുടെ മധുരനായകത്തെ പ്രേരിപ്പിച്ചതായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പൊ സ്വാമി വിവേകാനന്ദനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടതല്ല, അദ്ദേഹത്തിന്റെ ശാസനം ലഭിക്കുവാനും നേർവഴിക്ക് നടക്കുവാനുള്ള തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവൽക്കരിച്ച സന്യാസ ശ്രേഷ്ഠനായിരുന്നു സ്വാമി വിവേകാനന്ദൻ, അവതാര പുരുഷനായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ കഥാപുരുഷൻ അദ്ദേഹം വീണ്ടും നാട്ടിൽ വരും. വീട്ടിലെ പ്രാരാബ്ദം, ഒരു സഹോദരിയും 3-4 സഹോദരന്മാരും ഒക്കെ വീട്ടിലുണ്ട്. അദ്ദേഹം മാമാ സ്കൂളിൽ വീണ്ടും അധ്യാപക വൃത്തി തുടർന്നു. ഒപ്പം കൈമുട്ടിൽ കുടുംബത്തിലുള്ള സത്സംഗത്തിനും ശ്രീരാമകൃഷ്ണ വചനാമൃത പാരായണത്തിനും തടസ്സമുണ്ടായില്ല. ഇതൊക്കെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. ജോലിസ്ഥലത്ത് അദ്ദേഹം കേവലം ഒരു അധ്യാപകൻ, ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത ആളല്ലായിരുന്നു. അവിടെയാണ് നമ്മൾ അംബാനന്ദ സ്വാമിയുടെ മഹത്വം മനസ്സിലാക്കേണ്ടത്. ഓർക്കണം, ഏതോ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ കാൽഭാഗത്ത് പട്ടിണിയും പരിവട്ടവുമാക്കി നാട് നീളെ ആൾക്കാർ അടിമത്തത്തിൽ ആണ്ടുകിടക്കുന്ന ഭാരതത്തിൻ്റെ അവസ്ഥ. അന്ന് ശ്രീരാമകൃഷ്ണന്റെ ആദർശ സംഹിതയിൽ അധീനനായിട്ട് അതിന് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പട്ടിണിയിലും പരിവട്ടത്തിലും വൈപരീത്യത്തിലും പ്രവർത്തിച്ചു. അദ്ദേഹം എന്താ ചെയ്തത്? സ്കൂളിലെ തൻ്റെ സഹപ്രവർത്തകരിലേക്ക് ഇഞ്ചക്ഷൻ നടത്തി. ഇന്നത്തെ കഞ്ചാവും മയക്കുമരുന്നൊന്നുമല്ല, ശ്രീരാമകൃഷ്ണ വചനാമൃത അതിൻ്റെ സാരാംശം. ആ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ സഹപ്രവർത്തകരെ മുഴുവൻ ശ്രീരാമകൃഷ്ണ ഭക്തരാക്കി മാറ്റി. പിൽക്കാലം അതിൽ നിന്നുമാണ് 4 പേര് സന്യാസ ശ്രേഷ്ഠന്മാരായിട്ട് വന്ന ഇവിടെ ആശ്രമാധ്യക്ഷനായ നിരഞ്ജനാനന്ദ സ്വാമി അദ്ദേഹം ആ സ്കൂളിൽ അധ്യാപകനായി. ചെങ്ങന്നൂർ മഞ്ചനാമഠത്തിലെ വാഗീശ്വരാനന്ദ സ്വാമികൾ ആ സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഓജസാനന്ദ സ്വാമികൾ ഈ കൈമുട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ശേഖരാനന്ദ സ്വാമികൾ ആറുമുളയിൽ നിന്നും വന്ന രാമകൃഷ്ണ മിഷന്റെ സന്യാസിയായിരുന്നു. ഇവർ 4 പേരും മാന്നാർ നായർ സമാജ സ്കൂളിൽ അധ്യാപകരായിരുന്നു. അപ്പൊ സ്വന്തം സഹപ്രവർത്തകരിൽ പോലും രാമകൃഷ്ണ വചനാമൃതത്തിന്റെ അദ്ദേഹത്തിന്റെ വായ്മൊഴികളുടെ ആ പരവുമായ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ടില്ല. കാരണം വരത്തില്ലല്ലോ, അധ്യാപകരായിട്ടുള്ള ഒരു വ്യക്തി ഒരു ആശ്രമ ജീവിതം നയിക്കാനായിട്ട് മുന്നോട്ട് വരിക. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ കഥാപുരുഷന്റെ പ്രവർത്തനങ്ങൾ. അദ്ദേഹം മദ്രാസിലെ പഠനം തുടരുന്നതിനിടയ്ക്ക് ഈ 2 പ്രവൃത്തികളും നടത്തും. സ്വാമി വിവേകാനന്ദൻ കൽക്കട്ടയിലേക്ക് പോയി 1897 അദ്ദേഹം 3 വർഷം കൂടി ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സമാധി കാലഘട്ടം. രാമകൃഷ്ണാനന്ദ അദ്ദേഹം മദ്രാസിൽ വന്ന് സ്വാമി വിവേകാനന്ദൻ താമസിച്ച അതേ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്, ഐസ് വെടി. അപ്പോൾ ആ ഹോട്ടലിൽ നമ്മുടെ കഥാപുരുഷനായ അംബാനന്ദ നിത്യസന്ദർശകനായിരുന്നു. അപ്പോൾ രാമകൃഷ്ണാനന്ദയുമായിട്ടുള്ള നിത്യസന്ദർശനവും അദ്ദേഹത്തിൻ്റെ സത്സംഗത്തിലുള്ള
ആ പ്രഭാവവും ഒക്കെ കൊണ്ട് ഇദ്ദേഹം ബ്രഹ്മചര്യ ദീക്ഷ, സന്യാസ ജീവിതം, സർവസംഘ പരിത്യാഗിയായിട്ടുള്ള പരമപുരുഷാർത്ഥത്തിലേക്കുള്ള പ്രയാണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പൂർണ്ണമായും അദ്ദേഹം ഒരു സന്യാസിയുടെ മനസ്സിലെത്തിക്കുകയും ചെയ്തു. പക്ഷേ വീടിൻ്റെ പ്രാരാബ്ദ നിമിത്തം അദ്ദേഹം ഇടയ്ക്ക് വന്ന് മാന്നാർ സ്കൂളിൽ അധ്യാപകനായിട്ട് പലവട്ടം ജോലി രാജിവെച്ചെങ്കിലും വീണ്ടും ജോലി ചെയ്യും. അങ്ങനെ അതും തുടർന്നു. 1935 അദ്ദേഹം റിട്ടയറായി. 27 വർഷത്തെ എന്താ പറയുക സർവീസിന് ശേഷം അദ്ദേഹത്തിൻ്റെ 57-ാം വയസ്സിൽ അദ്ദേഹം നമ്മുടെ മധുര നായകൻപിള്ള റിട്ടയറായ ശേഷം അദ്ദേഹം ഒപ്പം സഹപ്രവർത്തകരായിരുന്ന ഈ വ്യക്തികൾ ഇതിനോടൊന്ന് സന്യാസിയാവുകയും പലരും സന്യാസ ദീക്ഷ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. 1912 ഈ അൽമനായകൻപിള്ളയെ നമ്മുടെ തുളസി മഹാരാജ് ഇദ്ദേഹത്തെ കൂട്ടി മദ്രാസിലേക്ക് പോവുകയുണ്ടായി. മദ്രാസിൽ പോയി അവരവിടെ ചില ദിവസങ്ങളൊക്കെ താമസിച്ചു. അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം നിർമ്മലാനന്ദ സ്വാമികളോടൊപ്പം തന്നെ ഇദ്ദേഹം വേലൂർ മഠത്തിലേക്ക് പോയി, കൽക്കട്ടയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു യോഗങ്ങളാണ്. നിർമ്മലാനന്ദ സ്വാമികൾ അംബാനന്ദയും മറ്റൊരാളെയും കുട്ടിയാണ് പോയത്, കൂടാതെ കൊണ്ടുപോയി നമുക്ക് ഇന്നും അറിയാൻ വയ്യ. വേലൂർ മഠത്തിൽ പോവുകയും രാമകൃഷ്ണ പരമഹംസരില്ല, ശാരദാദേവിയുമായി കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗ്യം, സൗഭാഗ്യ നിമിഷങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശാരദാദേവിയെ, സാക്ഷാൽ മാതൃദേവിയെ കണ്ടു വണങ്ങുകയും അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുകയും ആ അമ്മയൊരു ജപമാല ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുകയും ചെയ്തു. അംബാനന്ദ സ്വാമികളുടെ മരണാനന്തരമുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ശാരദാദേവി ഇട്ട് കൊടുത്ത ജപമാല ഇന്നും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായിട്ട് നമ്മുടെ മഠാധിപതിയും ഇത് കണ്ടിട്ട് വന്നപ്പോൾ ദിവസം പറയുകയുണ്ടായി. അപ്പം ശാരദാദേവിയെ കാണുവാനുള്ള സൗഭാഗ്യം, വിവേകാനന്ദ സ്വാമികളെ നേരിട്ട് കൺകുളിർക്ക കാണുവാനും പ്രസംഗം കേൾക്കുവാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനും അദ്ദേഹത്തിൽ ശകാരം കേൾക്കുവാനുമുള്ള സൗഭാഗ്യം, ഇതൊക്കെ ശ്രദ്ധിച്ച അംബാനന്ദ എന്ന മധുരനായകൻപിള്ള അദ്ദേഹത്തിൻ്റെ വിഹാര ഭൂമിയാണ്. ഒരുപക്ഷെ ഈ കണ്ണൂർ ആശ്രമ സ്ഥാപനത്തിന് പ്രേരണ അന്നുള്ളവർക്ക് ചരിത്രത്തിൽ ഇതൊക്കെ തന്നെയായിരിക്കാം. ഏതായാലും അദ്ദേഹം കൽക്കട്ടയിൽ വേലൂർ മഠത്തിൽ ശാരദാദേവിയുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിയതിനു ശേഷം അദ്ദേഹം പുരിയിലും ഗയയിലും കാശിയിലും പുണ്യസങ്കേതങ്ങൾ പലതും സന്ദർശിച്ചതിന് ശേഷമാണ് മടങ്ങി കേരളത്തിലേക്ക് വരുന്നത്. 1935 അദ്ദേഹം 1932 അദ്ദേഹം ജോലിയിൽ 35 അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചു. അദ്ദേഹം നേരെ തിരുവനന്തപുരത്ത് പോയി. അവിടെ ആശ്രമത്തിൽ അദ്ദേഹം ബ്രഹ്മചാരിയായി നിന്നു. നിർമ്മലാനന്ദ സ്വാമികളാണ് ബ്രഹ്മചര്യ ദീക്ഷയൊക്കെ അദ്ദേഹത്തിന് നൽകിയത്. ഈ ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം നെട്ടൂർ ആശ്രമത്തിൽ അദ്ദേഹം അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു 2 വർഷം. 1935 അദ്ദേഹത്തിന് സന്യാസ ദീക്ഷ കൊടുത്തു. അങ്ങനെ നമ്മുടെ മധുരനായകൻപിള്ള അംബാനന്ദപുരി എന്ന നാമധേയം സ്വീകരിച്ചു. അംബാനന്ദ, അമ്മയുടെ ആനന്ദത്തിൽ വശംപതനായവൻ. സാക്ഷാൽ ആ പേര് തന്നെ വളരെ അന്വർത്ഥമാണ്. ശാരദാദേവിയെ നേരിട്ട് കാണുവാനും ആ അമ്മയുടെ അനുഗ്രഹം ആർജിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അമ്മയിൽ നിന്നും ഒരു ജപമാല ഏറ്റുവാങ്ങുവാൻ അതിൻ്റെ കഴുത്തിൽ കൊടുത്തു എന്നാണ് പറയുന്നത് അമ്മ. അപ്പോൾ എന്തുകൊണ്ടും അംബാനന്ദ ആ പേരിന് അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെ. അങ്ങനെ ആർക്കും പേരൊന്നും ലഭിക്കുകയില്ല. അപ്പോൾ അംബാനന്ദ എന്ന പേരും നിർമ്മലാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന് നൽകി. തുടർന്ന് അദ്ദേഹം തിരുവല്ല ആശ്രമത്തിൻ്റെ ആശ്രമ അധ്യക്ഷനായിട്ട് വന്ന് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിനൊപ്പം കണ്ടിയൂരിലെ പ്രവർത്തനത്തിന് അദ്ദേഹം ഭംഗം വരുത്തിയിരുന്നില്ല. നിരന്തരം കൂടെ വരികയും ഇവിടുത്തെ ആശ്രമ പ്രവർത്തനങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങൾ, ശ്രീരാമകൃഷ്ണ ദേവനോടുള്ള ആരാധകരുടെ ഭക്തരുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വ്യാപൃതനായിരുന്നു. ഏതാണ്ടോ 1935 സന്യാസത്തിന് ശേഷം തിരുവല്ലാശ്രമത്തിന് ഇത് കഴിഞ്ഞ് 1940 അദ്ദേഹം നാഗർകോവിലേക്ക് ആശ്രമ പ്രവർത്തനത്തിനായി അദ്ദേഹം നിയോഗിതനായി. നാഗർകോവിലെത്തിയ അദ്ദേഹം വെള്ളിമല സുബ്രഹ്മണ്യ ക്ഷേത്രം, ഇന്ന് നമ്മുടെ തിരുവനന്തപുരം വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്.
ആ വെള്ളിമല ഒരു വലിയ ശിവന്റെ പ്രത്യേക രൂപവും ആൾക്കാരൊക്കെ അവിടെ പോകാറുണ്ട്. ആ വെള്ളിമല ആ ഒരു വലിയ മലയുടെ താഴ്വാരത്തിൽ അദ്ദേഹം 1 ഏക്കർ സ്ഥലം സമ്പാദിച്ചു. വില കൊടുത്തല്ല. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആദർശത്താൽ ആകൃഷ്ടരായി വന്ന ഭക്തജനങ്ങളുടെ സംഭാവനയുടെ ഫലമായിട്ട് 1 ഏക്കർ സ്ഥലം വാങ്ങി അദ്ദേഹം അവിടെ വിവേകാനന്ദ ആശ്രമം സ്ഥാപിച്ചു. ആശ്രമം ഇന്നും ഉണ്ട് അവിടെ. ആ വിവേകാനന്ദ ആശ്രമം സ്ഥാപിച്ച് ആശ്രമത്തില് അതിൻ്റെ ആ ആശ്രമ അവിടെ വിദ്യാലയം സ്ഥാപിച്ചു. ആ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകനായി ഒരു വ്യക്തിയെ വെച്ചു. അദ്ദേഹത്തിൻ്റെ പേര് സുബയ്യൻ എന്നായിരുന്നു. സുബയ്യൻ എന്ന ഹെഡ്മാസ്റ്ററെ, പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ പ്രധാന അധ്യാപകനെ ഇദ്ദേഹം ഗോദായിലിറക്കി, സന്യാസിയാക്കി. സുബയ്യൻ തികഞ്ഞ സന്യാസം സ്വീകരിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിട്ടുള്ള ആശ്രമ പ്രവർത്തകരായിട്ട് പരിണമിച്ചു. അംബാനന്ദ സ്വാമിയുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ളതും ആ സുബയ്യനാണ്. അംബാനന്ദ സ്വാമിയെ കുറിച്ച് ആലപ്പുഴക്കാർക്കോ വണ്ടിയൂരുകാർക്കോ മാവേലിക്കരക്കാർക്കോ ഒന്നും ജീവചരിത്രം എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അതിനങ്ങ് സുബയ്യൻ നെയ്യാറ്റിൻകരയുള്ള വ്യക്തി വേണ്ടി പോയി. അദ്ദേഹം ആ ജീവചരിത്രം എഴുതി. ആ ജീവചരിത്രം മാത്രമാണ് ഏക ഗ്രന്ഥം. അതൊന്നും തിരുവനന്തപുരം നെട്ടൈ ആശ്രമത്തിലെ എൻ്റെ കോപ്പി ഉണ്ടെന്നാണ് അറിവ്. ഇത് കാണാൻ ഞാൻ ശ്രമിച്ചു, കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ആശ്രമ ജീവിതത്തോടെ അദ്ദേഹം തുടർന്നു 2 ഏക്കർ സ്ഥലം കൂടി ആശ്രമത്തിന് സ്വകാര്യപ്പെടുത്തുകയും വിവേകാനന്ദ കോളേജ് ഏറ്റവും വലിയൊരു മഹത്തായ വിശ്വവിദ്യാലയമായിട്ട് അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ ഈ അംബാനന്ദ സ്വാമികളിൽ ജനിച്ചു വളർന്ന മണ്ണിൽ അംബാനന്ദ എന്ന വ്യക്തിയുടെ വില എന്താണെന്ന് ആലോചിക്കാൻ പോലും മനസ്സു വരാത്ത പിൻതലമുറയിൽ പെടുന്നവരാണ് നമ്മളൊക്കെ. അതിൽ നമ്മളൊക്കെ ലജ്ജിക്കണം ഒരു പരിധിയിലുണ്ട്. പിന്നെ പറയും നമ്മളൊക്കെ ലൗകിക ജീവിതത്തിൽ മുഴുകി പോകുന്നവരാകുമ്പോൾ ആത്മീയ പുരുഷന്മാരെ കുറിച്ച് ചേർത്ത് ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ ആത്മീയതയുടെ പരിവേഷം അത് പണ്ടുള്ളവർ പറയുമായിരുന്നു, നീ ഏത് ജീവിതം ജീവിച്ചാലും ഈശ്വരനെ വിട്ട് നീ മറ്റൊരു മാർഗത്തിൽ പോകരുത്. പണ്ട് വീടുകളിൽ അമ്മമാര് പറയുന്നൊരു പഠിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരം. എൻ്റെ വീട്ടിൽ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അടുക്കളയിൽ ഒന്നുമില്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കണം. അപ്പം അന്ന് ഞാൻ ജനിക്കും, കർപ്പൂരം ഏത് കൂട്ടാനകത്താണ് ഇടുന്നത്, ഉപ്പല്ലാത്തൊരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടോ. അതൊരു മഹത്തായ പാഠമായിരുന്നു. നമ്മുടെ തറവാട്ടിൽ സംസ്കാരം എങ്ങനെ തഴയ്ക്കണം, വളരണം, അതെങ്ങനെ അവിടെയുള്ള വ്യക്തികളിലേക്ക് ഈ സ്വാധീനം എത്തിക്കണം. അപ്പോൾ കർപ്പൂരം അറിയാം, ഉപ്പ് രാവിലെ തൊട്ട് അടുക്കളയിൽ പെടും. പാചകങ്ങളെ കഴിഞ്ഞ് എല്ലാവരും സുഭിക്ഷരായ കൃഷ്ണാന പോലെ എമ്പൊക്കെ വിട്ടൊക്കെ ഇരുന്ന് വിശ്രമിക്കുന്നു. സായം സന്ധ്യയിൽ അമ്മ വിളക്കുമൊക്കെ തിരുമ്പി തെളിച്ചു കൊണ്ടുവന്ന് വിളക്ക് കൊടുത്തു. നാമജപം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് നാമജപം കേൾക്കണമെങ്കിൽ ഇപ്പോഴുള്ള സത്സംഗത്തിൽ വരണം, ആശ്രമത്തിൽ വരണം. നാമം ജപിക്കുന്ന കേൾക്കണമെങ്കിൽ ഏത് വീട്ടിലുണ്ട് നാമജപം? ഇവരുമായിട്ട് CD കാസറ്റ് പറ്റിയതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ജപിക്കാൻ അറിയാൻ വയ്യ. നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു രീതി, ഞാൻ വിചാരിക്കും ഞാൻ ഭാഗ്യവാൻ അക്കാര്യത്തിലൊക്കെ. എൻ്റെ വീട്ടിൽ പൂജാമുറി ഉണ്ടായിരുന്നു. രാമകൃഷ്ണപരമഹംസരുടെയും ശാന്താദേവിയുടെയും വിവേകാനന്ദൻ്റെ പടങ്ങളൊക്കെ വെക്കും. നിത്യേന അവിടെ നാമം ജപിക്കണം. അമ്മയും അച്ഛനൊക്കെ ഇരിക്കുമായിരുന്നു. അന്ന് പഠിപ്പിച്ച എന്താ പറഞ്ഞ ശിവപഞ്ചാക്ഷര സ്തോത്രവും അന്നപൂർണേശ്വരി സ്തോത്രവും വിശ്വനാഥാഷ്ടവും അന്ന് പഠിപ്പിച്ച ഇവിടുന്ന് ആശ്രമത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ഒക്കെ അന്ന് അമ്മ മേടിച്ചെന്ന ഭഗവത്ഗീത ഞാനിപ്പോൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇത്രയും വണ്ണമുള്ള വലിയ ലിപിയിൽ അടിച്ച തമിഴ് ആ ഭഗവത്ഗീത. അപ്പം ഇത് വീട്ടിലെ പ്രേരണയായിരുന്നു അന്ന് നമുക്ക് ലഭിച്ചത്. പക്ഷേ ഇന്നത് അസ്തമയപ്രായത്തിലായിപ്പോയി ആ സംസ്കാരം വളർച്ച. അതുകൊണ്ട് കർപ്പൂരത്തിൻ്റെ മഹത്വം അവിടെ ഇല്ല. കർപ്പൂരം വേണ്ട. ഇന്നെന്താ ചെയ്യുന്ന അമ്മമാർക്ക് കുത്തുക, വിളിക്കുക, ഇങ്ങ് വരും പാഴ്സൽ, വലിയ ബൈക്കിൻ്റെ പുറകിൽ പെട്ടിയും വെച്ചുകൊണ്ട് ഫുഡ് മൂന്ന് തരും. ഇത് എന്ത് സംസ്കാരമാണ് നമ്മളിൽ വളർത്തുന്നത്? ഉപഭോഗ സംസ്കാരം. ഭോഗ സംസ്കാരത്തിൽ പ്രേയോ മാർഗത്തിലൂടെയുള്ള നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആലസ്യം തരുന്ന ജീവിത പന്ഥാവിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാനുള്ളത്. സന്ധ്യയ്ക്ക് നാമം ജപിക്കാൻ വിളക്ക് കൊളുത്തി നാമം ജപിക്കുമ്പോൾ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ, ഇന്നത്തെ ഭവനത്തിൽ നിന്ന് ലഭിക്കുമോ? ഇന്നത്തെ വീട്ടമ്മമാർക്ക്, നമ്മുടെ എല്ലാവരുടെയും കാര്യം ഞാനിപ്പോൾ, നമ്മുടെ കുട്ടികളിലൊക്കെ നമുക്ക് എന്ത് പ്രേരണ നൽകാൻ കഴിയുന്നു? ശ്രേയോ മാർഗവും പ്രേയോ മാർഗവും കൊണ്ട് നമുക്ക് ഏത് മാർഗത്തിലൂടെ നീ ചരിക്കണം?
കുട്ടിയെ പിടിച്ചിരുന്നതാ നിന്റെ വ്യക്തിത്വം, നിന്റെ ശരീരം മാത്രമല്ല, നീ പഠിച്ച് നേടുന്ന ഈ മാർക്ക് മാത്രമല്ല, നീ ഈ മാർക്കുമായിട്ട് നീ അപേക്ഷിച്ച് നിനക്ക് കിട്ടുന്ന ജോലി മാത്രമല്ല, നീ ഈ ജോലിയിലൂടെ നീ മേടിക്കുന്ന 5 ലക്ഷം ശമ്പളം മാത്രമല്ല, ഇതിലുപരി ഒരു ലക്ഷ്യം നീ വെക്കണം. ഇത് പറഞ്ഞുകൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. പണ്ടത്തെ അപേക്ഷിക്കുന്ന നമുക്ക് ഏറെയേറെ സംഗതികളൊക്കെ ഉണ്ട് ജീവിതം പുലർത്തി പോകുവാൻ. പക്ഷേ പ്രോപ്പറായി അവരെയൊക്കെ ഗൈഡ് ചെയ്ത് അവൻ്റെ വ്യക്തിത്വത്തെ പറ്റി, അവൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം, എൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ആരുടെയും വ്യക്തിത്വം കേവലം ശരീരം മാത്രമല്ല, ഇതിനെ ചലിപ്പിക്കുന്ന പ്രാണൻ മാത്രമല്ല, അതിനുപരിയായിട്ട് നമുക്ക് ഭാവന വിധിക്കുന്ന മനസ്സ് മാത്രമല്ല, അതിന് വേണ്ടുന്നതും വേണ്ടാത്തതുമായ ഉപദേശങ്ങൾ നൽകുന്ന ബുദ്ധി മാത്രമല്ല, ഇതിനതീതമായ ഒന്നുണ്ട്. പഞ്ചമയ കോശം എന്നല്ലേ ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പഞ്ചമയ കോശങ്ങളെ പറ്റി. ഇത് അന്നമയ കോശം, എൻ്റെ അച്ഛനും അമ്മയും കഴിച്ച അന്നം പരിണമിച്ചുണ്ടായ ഈ ശരീരം അന്നമയ കോശം. എത്രമാത്രം ഞാൻ 3 നേരം 4 നേരം 5 നേരം വലിച്ചു കയറ്റുന്നു, ഇത് വീർത്ത് വരും. എത്രമാത്രം എൻ്റെ ആഹരിക്കൽ കുറയുന്നു, ഇത് ശോഷിച്ചും വരും. ഇതിനെ ചലിപ്പിക്കുന്നത്, ഇതിനെ വളർത്തുന്നത് ഇതിനുള്ളിലെ പ്രാണനാണ്, പ്രാണമയ കോശം. ഇതിനേക്കാൾ വലിപ്പം പ്രാണമയ കോശത്തിനുണ്ട്. എന്നാൽ അതിലും വലിയൊരു കോശം അതിനുള്ളിൽ ചുരുട്ടി വെച്ചിട്ടുണ്ട്, ഒരു ചാക്ക്, മനോമയ കോശം. മനസ്സ് സദാ സർവ്വത വിഷയങ്ങളിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. സർവ്വ വിഷയങ്ങളിൽ രസമുണ്ട്, മനസ്സിന് വാസനയുമുണ്ട്. അത് കഴിഞ്ഞ ജന്മത്തെ വാസനയാണ്. ഈ ജന്മത്തിൽ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാസന, അത് നമ്മൾ പ്രാണനോടൊപ്പം ആത്മാവിനോടൊപ്പം വരും ജന്മത്തിലും ഉണ്ടാകും. ജന്മവാസന, ആ ജന്മവാസന. ഒരു കുട്ടി ജനിക്കുമ്പോഴേ പാട്ട് പാടുന്നു, അവൻ പ്രഭാഷണം നടത്തുന്നു, അവൻ ആത്മീയ ചിന്തയിൽ മുഴുകുന്നു. അതിന് ഇത് മുൻ ജന്മവാസന അവനിലുള്ളതുകൊണ്ടാണ്, അവൻ്റെ പ്രാണനുണ്ടായിരുന്നു. അപ്പം ആ ജന്മവാസന അത് ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ മനസ്സിൻ്റെ താല്പര്യങ്ങളാണ്. എല്ലാ വസ്തുവിനും രസമുണ്ട്. ആ രസത്തിൻ്റെ പിന്നാലെ മനസ്സ് പാഞ്ഞു പോകും. പക്ഷെ മനസ്സ് സ്വന്തമായി ഒരു ഡിസിഷൻ എടുത്തിട്ട് അവിടെ നിൽക്കണം. അതിനെ മനസ്സിനിടയ്ക്ക് ഒരു കൊട്ടു കൊടുക്കണം. അതിന് അവിടെ ബുദ്ധി പ്രവർത്തിക്കണം. അതിന് പറയുന്നത് വിജ്ഞാനമയ കോശം. മനോമയ കോശത്തെ കൺട്രോൾ ചെയ്യേണ്ട വിജ്ഞാനമയ കോശം. ആ വിജ്ഞാനമയ കോശം മനസ്സാകുന്ന കടിഞ്ഞാൻ കയ്യിലെടുത്ത് പിടിക്കണം. ഈ പ്രപഞ്ചത്തിൽ ദ്വന്ദ്ങ്ങളാണുള്ളത്, 2 വശം, ഇരുളും വെളിച്ചം, നല്ലതും ചീത്തയും, സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും, കൊള്ളേണ്ടതും തള്ളേണ്ടതും. ഇതെവിടെ ഞാൻ തള്ളാൻ പോകുന്നത്? ഇന്ന് കൊള്ളാവുന്നതിന് കൂടി നമ്മൾ തള്ളി മാറ്റും. ഇന്ന് കഞ്ഞി വെക്കാം, കഞ്ഞി കയറും വേണ്ട, ഞാനിപ്പോൾ വിളിക്കാം, ആഹാരം വരുത്താം. അപ്പൊ ഈ പ്രയോഗമാർഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വയറിന്റെ ഉദരപൂരണത്തിന്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഈ നമ്മുടെ ബുദ്ധി, വിജ്ഞാനമയ കോശം, ഈ പ്രപഞ്ച ദ്വന്ദ്ങ്ങളിൽ ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് തിരസ്കരിക്കേണ്ടത്, ദ്വന്ദ്ങ്ങളിൽ തിരിച്ചറിവുണ്ടാകും. ഇത് കലിയുഗമാണ്. വിപരീതാഹ ഭവിഷ്യന്തി കലയുഗേ. എല്ലാം വിപരീതമായിട്ട് സംഭവിക്കുന്നു. ഇങ്ങോട്ട് വിളിച്ചാൽ പിള്ളേരെ അങ്ങോട്ട്, ഇങ്ങോട്ട് പാടാം, ഇപ്പോൾ വരാം, ഇല്ലെന്ന് പറയാം പിള്ളേർ. ഇവിടുത്തെ കുട്ടികൾ പല വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ നില്ലമ്മ ഇപ്പോൾ വരാം. പഠിക്കാൻ വിട്ടാൽ പഠന വിരുദ്ധമായ രീതിയിൽ പോകും. കുറച്ചാൾ മുമ്പ് ഒരു സംഭവം നടന്നില്ല കൊച്ചിയിൽ. അച്ഛൻ മകളെ കാണാൻ മഹാരാജാസ് കോളേജ് ചെന്നു. മോളെ തിരക്ക് മോളി വിടില്ല, മറൈൻ ഡ്രൈവിൽ പോയിരിക്കുക. ഞാൻ ക്ലാസ് അവിടെയാണ്. ക്ലാസ് അല്ല, അവിടെ വേറൊരു പരിപാടി. അതെന്താ പരിപാടി? അവിടെ നിന്ന് കിസ് ടു ഡത്ത്, ചുംബന സമരം നടക്കുക. അങ്ങോട്ട് പോയിരിക്കാം. അപ്പോൾ സംസ്കാര സമ്പന്നയാവാൻ ജ്ഞാനാർജനത്തിന് കലാശാലയിലേക്ക് വിട്ട പൊന്നോമിന പുത്രി വഴിതെറ്റി വിപരീതാഹ ഭവിഷ്യന്തി കലയുഗേ. ഇത് ഉണ്ടാകാതിരിക്കുവാൻ വിവേകം, തിരിച്ചറിവ്, ഇതിന് നമ്മുടെ വിജ്ഞാനമയ കോശം അതിൻ്റെതായ ഉണർവോടുകൂടിയിരിക്കണം. ഈ 4 കോശങ്ങളും അതിൻ്റെ സ്ഥാനത്തിരിക്കുമ്പോഴാണ് ഉള്ളിലുള്ള ആനന്ദമയ കോശം, ആത്മാവ്, അദ്ദേഹം രഥത്തിലെ സഞ്ചാരിക്കുകയാണ്. അദ്ദേഹത്തിന് ആനന്ദം ലഭിക്കൂ. അദ്ദേഹം നിശബ്ദനായിട്ടുള്ളിൽ ഇരിപ്പോട്ട് സർവ്വതിൻ്റെയും സാക്ഷിയായിക്കൊണ്ട് നിന്റെ സർവ്വപ്രവൃത്തിയുടെയും പാപമംഗലമായ നിന്റെ ഓരോ നീക്കത്തിൻ്റെയും നിന്റെ മനസ്സിൻ്റെ വ്യാപാരങ്ങളെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ആത്മാവുള്ളിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ ആനന്ദം എപ്പോഴാണോ എൻ്റെ അന്നമയ കോശവും പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും ഏകോപിച്ച് നിന്നുകൊണ്ട് നേരായ മാർഗത്തിൽ വരുന്ന അന്നേ ആനന്ദമയ കോശം നോക്കി 5 കോശങ്ങളുടെ പ്രവർത്തനം കൂടിച്ചേരുന്നതാണ് വ്യക്തിത്വം.
നമ്മുടെ കുട്ടികളുടെ സമഗ്ര വ്യക്തിത്വം, ഇന്റഗ്രൽ പേഴ്സണാലിറ്റി, ഇത് അഞ്ചും കൂടെ ചേരണം. ഇത് അഞ്ചും കൂടെ കൂട്ടിച്ചേർക്കുവാൻ, മനസ്സിന് നൽകുവാൻ, അവരെ എന്താ പറഞ്ഞ വ്യാമോഹിപ്പിക്കുന്ന ഭ്രമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചുറ്റുപാടുമുണ്ട്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരണം. ഭക്തിയിൽ മനസ്സിനെ ഒന്ന് ആഞ്ഞ് കുറ്റിയടിച്ച് നിർത്തുവാൻ കഴിയണം. ഇത് പണ്ട് ഭവനങ്ങളിൽ സന്ധ്യാവന്ദനങ്ങളിലും ജപങ്ങളിലും നടന്നിരുന്നു. ഇതിന് സത്സംഗങ്ങളിൽ കൊണ്ടുപോയിരുന്നു. ഇതുപോലെ നടക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെയൊക്കെ ബാല്യത്തിൽ എനിക്കൊക്കെ സൗഭാഗ്യം ഉണ്ടായിരുന്നു. അച്ഛനിറ്റേ അമ്പലത്തിൽ കുളിച്ചു വിടാൻ കുളിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ കാപ്പി നൽകും. ഞായറാഴ്ച ഒരു ആശ്രമത്തിൽ പോകണം, അവിടെ പോകണം. വൈകുന്നേരം അച്ഛൻ ചെയ്യുന്ന മറ്റൊരു മഹാപ്രവൃത്തി RSS ശാഖയിൽ പോകണം, മസ്റ്റായിരുന്നു. അവിടെ പോയി എക്സർസൈസ് കസർത്ത് കബഡികളിൽ പാട്ടും കൂത്തുമൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ഉഷാറും ഉന്മേഷവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നൈസാറൊക്കെ ഞങ്ങൾക്ക് ശിക്ഷണം തന്ന കൊടുത്തതാണ്. ഒരു ബിസിലടിച്ചാൽ അനുവാദം നിൽക്കണം, സൂര്യമസ്കാരം ചെയ്യണം 13 ഓ മിത്രായ നമ രവേ നമോ സൂര്യ മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ട്. നിങ്ങളുടെ ട്രെയിനിങ്ങോ വല്ല കാര്യങ്ങളുണ്ടോ? ഒരുപക്ഷെ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയത് കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുവാൻ ജീവിക്കുവാൻ ഇന്ന് കഴിയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വരും തലമുറയ്ക്കുള്ള നഷ്ടമാണ്. ഈ നഷ്ടത്തെ ഉണർത്തിയെടുക്കുവാൻ നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടത് ഇത്തരത്തിലുള്ള ലഘുവായ വളരെ സൈലന്റായി പ്രവർത്തിക്കുന്ന ആത്മീയ കേന്ദ്രങ്ങൾ മാത്രമാണ്. ഈ കലിയുഗത്തിന്റെ നാശനഷ്ടത്തിൽ നിന്നും രക്ഷയ്ക്കുള്ള ഉപായവും ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് കീർത്തനം പാടുക. ഈ രാമകൃഷ്ണ ആശ്രമത്തിൽ വെച്ച് നമ്മൾ ആരെങ്കിലും എത്ര പേര് ശ്രീരാമകൃഷ്ണ ഭാഗവതം ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ടുണ്ട്? എത്ര പേര് വായിച്ചിട്ടുണ്ട്? അതിലെ കഥാംശം എന്താണ്? ഇതിവൃത്തം എന്താണ്? നമുക്കറിയാമില്ല. ശ്രീരാമകൃഷ്ണ ആശ്രമം കണ്ടിട്ടുള്ളവർ ആ ബോർഡ് കണ്ടിട്ടുണ്ട്. ഏതൊക്കെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ നമ്മൾ കേരളത്തിൽ സന്യാസിമാർ നമുക്കുള്ളതാണ്. സന്യാസിമാർ പണിയില്ലാതിരിക്കല്ല. ശ്രീ ശങ്കരാചാര്യർ ഒരു സ്തോത്രം എഴുതി, ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജഗൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഗുരുഞ്ജകരണി. ഇത് കുറച്ചങ്ങോട്ട് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ജഡിലേ മുണ്ടേ ഊഞ്ചിതകേശ കാഷായാംബരകൃതവേഷ പശ്യന്നവിജന പശ്യതി മൂഢ ഉദരനിമിത്തം ഗൃതവേഷം. അതിന് മാമാർ ഗോപാലൻ നായർ പോലുള്ള അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനൊരു അർജുന കൊടുത്തി 4 വ്യക്തി. അദ്ദേഹം പറഞ്ഞത് മുട്ടയടിപ്പും മുറിമുടി വയ്പ്പും കട്ടച്ചിടയും കാലിയുടുപ്പും ഒക്കെ വയറ്റു പിഴപ്പിനു മാത്രം മുറ്റുമകക്കണ്ണൂടി നടക്കുകയിൽ. ഇത് ഈ കട്ടച്ചിടയും കാലിയുടുപ്പും ഇതൊക്കെ ഒരു കാലത്ത് ഭിക്ഷാന്തേകളുടെ വേഷമായിരുന്നു. ഭിക്ഷ കിട്ടണമെങ്കിൽ ഇത് വല്ലതും ധരിക്കണം, ഇതൊന്നും ആരും തരത്തില്ല. കാഷായ വേഷം ധരിച്ചവനെ സന്യാസിയായിട്ട് എന്തോ ഒരു ഉന്നതനായിട്ട് കാണുവാനുള്ള മനസ്സ് അന്നത്തെ തലമുറക്കുണ്ടായിരുന്നു. തലമുടി നീട്ടി വളർത്തി താടിയും വളർത്തി കഴിഞ്ഞാൽ അദ്ദേഹം എന്തോ ദിവ്യ പുരുഷനാണ്, ആത്മീയ പുരുഷനാണെന്നുള്ള ധാരണയിൽ ധർമ്മം കിട്ടുമായിരുന്നു. അപ്പോൾ ഉദരനിമിത്തം ബഹുകൃത വേഷം, എൻ്റെ വയറ്റുപാടിന് വയറു നിറയ്ക്കുവാൻ വേണ്ടി ഉള്ള വേഷം കെട്ടലുകൾ അത് ആത്മീയതയുടെ പരിവേഷമായിരുന്നു. ഇന്നത്തെ കൂടി പിടിച്ചുപറി മോഹനം കൈക്കൂലി വേണ്ടാതിനും പ്രീണനും പീഡനും അല്ലായിരുന്നു, മോഷണമല്ലായിരുന്നു. അവിടെയും ജനങ്ങളുടെ മുന്നിൽ ഉന്നതമായ വേഷം, ഒരു പരിവേഷമുണ്ടായിരുന്നു. കട്ടച്ചടയും കാലുകൊടുക്കും. അപ്പോ അവിടെയും എന്തെങ്കിലും ഉന്നതമായ ഒരു ഭാവന സമൂഹത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഉപജീവന മാർഗം തേടുന്നു. ഇതൊരു കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ നിലവാരം ശങ്കരാചാര്യ വളർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെയും ആ വേഷം കെട്ടൽ ഉന്നതമായിരുന്നു. വെള്ള കവറിട്ടോട്ട് വരുന്ന ആരെങ്കിലും കെട്ടാൽ ധരിച്ചോണം പകടക്കാരിക്കാം. ഇതല്ലായിരുന്നു. നാമപത്രം ധരിച്ചുകൊണ്ടിരുന്ന ആൾ ദിവ്യരായിട്ട് ഈശ്വരനുമായിട്ട് എന്തോ അടുത്ത ആൾ, നാമം ജപിക്കുന്ന ആൾ, ശരണം വിളിക്കുന്ന ആൾ, രുദ്രാക്ഷമാല കടക്കുന്നു. അപ്പം അതിനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഞെട്ടൽ, ഒരു ഭവ്യഭാവവും ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ
അതിൻ്റെ രഹസ്യം നമ്മുടെ മനസ്സിൽ അന്ന് ഉരുത്തിരിച്ചിരുന്ന ഭക്തിഭാവനയായിരുന്നു, ഭക്തിയുടേതായിട്ടുള്ള ഭാസ്കരശേഖരതയായിരുന്നു. അപ്പോൾ ആ ഒരു ചൈതന്യം നമുക്ക് നഷ്ടപ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിന്ന് ആത്മീയ ആശ്രമങ്ങളുടെ പുനരുദ്ധാരണവും ഒക്കെ നമുക്ക് അനിവാര്യമായിട്ടുണ്ട്. മറ്റൊന്നിൻ്റെ കലിയുഗത്തിൽ ഒന്നുകൂടി നമുക്ക് ഉപദേശം ലഭിച്ചിട്ടുള്ളത് അത് സ്വാമി വിവേകാനന്ദൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമുള്ള യുവാക്കൾ, ഇരുമ്പ് കൊണ്ടുള്ള ഞരമ്പുകളും ഉരുപ്പ് കൊണ്ടുള്ള മാംസപേശികളുമുള്ളവര്, സംഘടിച്ച് ശക്തരാകേണ്ടവര്. ശ്രീ ബുദ്ധഭഗവാൻ പോലും അതല്ലേ പറഞ്ഞു, സംഘം ശരണം ഗച്ഛാമി, പിന്നെ മതി ബുദ്ധം ശരണം ഗച്ഛാമി. ആദ്യം നീ ഒന്ന് സംഘടിച്ച ശക്തനാക്. സംഘേ ശക്തി കലൗരുകേ, സംഘടന കൊണ്ട് ശക്തരാകുവൻ, പിന്നെ നീ പ്രവിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവൻ. ധാരാളം പുസ്തകങ്ങൾ ഉപദേശിച്ചു. അപ്പൊ ആത്മീയ പുരുഷന്മാരും ഇവിടെ നമുക്ക് തന്ന ഉപദേശങ്ങളൊന്ന് സംഘടനമാണ്. സംഘടിതമായിരിക്കണം, സംഘടിത സ്വരൂപം, വ്യക്തിക്കല്ല ഇവിടെ പ്രാധാന്യം, സംഘടിതമായ നീക്കം, സംഘടിത ശക്തിക്ക്. രണ്ടാമത് കലോതധരികൃഷ്ണനം. അപ്പൊ കൂടിച്ചേർന്നുകൊണ്ടുള്ള കൂട്ടായ ജപത്തിനും പാരായണത്തിനും ഒക്കെ മഹത്വമാർന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് ഈ കാലത്തിൻ്റെതായിട്ടുള്ള വെല്ലുവിളികളെ നേരിടുവാൻ കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ വായിക്കാൻ സാധിക്കണം. അത് നമ്മുടെ വരും തലമുറയെ കൊണ്ടുകൂടി വായിപ്പിക്കണം. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ ഇന്നത്തെ സംഭ്രമിപ്പിക്കുന്ന ലൗകിക സുഖലോലുപതയുടെ അല്ലെങ്കിൽ ഇന്നത്തെ എന്താ പറയുന്നത് ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ വലയത്തിൽ നൂലാമാലകളിൽ ചലന്തി വരയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് വായിച്ചെടുക്കാൻ പ്രയാസമാണ്. വായിച്ചെടുക്കുവാൻ നമ്മുടെ അകക്കണ്ണുകളുടെ മായൊന്ന് മാറ്റിക്കൊടുക്കണം. അതിനുള്ള ഏക മാർഗം ആത്മീയതയുടെ മാർഗം മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ മുറുകെ പിടിച്ചേ മതിയാവും. അതിലൂടെ മാത്രമേ ഹിന്ദു സമാജം, ഈശ്വര വിശ്വാസം, ബാക്കിയുള്ള സമാജക്കാർക്ക് അവരുടെ മതകാര്യങ്ങളും പ്രാർത്ഥനയും കാര്യങ്ങളും മുറകച്ചവർ നടത്തുന്നുണ്ട്. ഹൈന്ദവ സമൂഹത്തിന് മാത്രം ഇതൊന്നുമില്ല, പുച്ഛമാണ് നമുക്ക് പരസ്പരം. പാരസ്പര്യം എന്നൊന്നില്ല. അതുകൊണ്ട് തന്നെ ധർമ്മം വിസ്മരിച്ചു. മറ്റൊരാളെ നമ്മൾ രക്ഷിക്കണം, അവന് നൽകണം. അവനൊക്കെ നൽകാം, ഒന്നും ഒരാൾ നന്നാക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഞാനിൻ്റെ സ്വാർത്ഥതയുടെ ഇങ്ങേയറ്റത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പരോപകാരത്തിൻ്റെയും ഒക്കെ മറ്റേ കരയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് വരുന്ന വിപത്തുകളാണ്. ഇതിൽ നിന്നും നമുക്ക് മോചനത്തിന് ആത്മീയതയുടെ ഒരു നെടുത്തൂൺ അതിൽ മുറുകെ പിടിക്കണം. അല്ലെങ്കിൽ ആത്മീയതയുടെ ഒരു പാശം, ആ ശക്തമായ കയറ് മുറുകെ പിടിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തിലേക്ക് പ്രയാണം നടത്താൻ ശ്രമിക്കണം. അതിനൊക്കെ ഏതായാലും നമ്മളെ സംബന്ധിച്ചുള്ളൂ. ഇന്നിപ്പോൾ പറഞ്ഞ ഈ അംബാനന്ദ സ്വാമികളുടെയൊക്കെ ജീവചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, ആ മഹാപുരുഷൻ 1951 മെയ് മാസം 6-ാം തീയതി അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തു. ആ അംബാനന്ദ സ്വാമിയായിട്ടുള്ള മഹാശയന്മാർ ജനിച്ചു വളർന്ന് പരിപോഷിപ്പിച്ചെടുത്ത ഒരു സംസ്കാരം ഇവിടെയുണ്ട്. അത് അദ്ദേഹം വലിയ തത്വസംഹിതകളൊന്നുമല്ല, വേദാന്ത പൊരുളാണ് രാമകൃഷ്ണ പരമഹംസരുടെ ഉപദേശങ്ങളൊക്കെ തന്നെ. ആ വേദാന്ത പൊരുളാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലും ജർമ്മനിയിലും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞതുമൊക്കെ. അവിടെ അദ്ദേഹത്തിന് പറയാൻ ഭക്തിയോഗവും ജ്ഞാനയോഗവും കർമ്മയോഗവും രാജയോഗവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ച് എഴുതുവാനും വായിക്കുവാനും ചിന്തിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. അവർക്ക് ഇന്ന് നമ്മുടെ പേരുണ്ട്. നമുക്ക് പക്ഷേ ഇതൊക്കെ ഇന്ന് മുറ്റത്തെ മുല്ലയ്ക്ക് ഗുണമില്ല എന്ന അവസ്ഥയിലാണ്. ഇതിനൊക്കെ ഇന്ന് പൊടി തട്ടിയെടുത്തുകൊണ്ട് വരുന്ന തലമുറയെ ഇന്ന് നമ്മുടെ പഴയ സങ്കല്പങ്ങളൊക്കെ മാതാപിതാവ് ഒരു ദൈവമൊക്കെ മാറിപ്പോയി. ഇന്നെല്ലാവരും ഫ്രണ്ട്സാണ്. അധ്യാപകർ ഫ്രണ്ട്, കൂട്ടുകാരൻ, അച്ഛനും അമ്മയും കൂട്ടുകാരനാണ്. ഹലോ അമ്മ, ഹലോ അച്ഛന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് മാറേണ്ടതായിട്ട് മാറണം. മാറിയില്ലെങ്കിൽ നമ്മൾ മാറും. അപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം എന്താണ്? നമ്മുടെ നാടിൻ്റെ സംസ്കാരം ആർഷ സംസ്കാരമാണെങ്കിൽ അത് ആത്മീയതയിൽ അധിഷ്ഠിതമാണ്. ആ സംസ്കാരം ആത്മീയതയെ വിറ്റുകൊണ്ട് ഭൗതികതയെ മാത്രം പുണരുന്ന പാശ്ചാത്യ രീതിയിലേക്ക് പോയിപ്പോയാൽ നമ്മുടെ എന്താ പറയുക സാമൂഹ്യ വ്യവസ്ഥയും നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെയും ഈ പടുത്തുയർത്ത കാര്യങ്ങളെല്ലാം അധപ്പതനത്തിലേക്ക് പോകും. അത് വരാതിരിക്കുവാൻ ആത്മീയ ജീവിതം അതിനുവേണ്ടി ഒരു ഉറച്ച പദവിപ്പ് നടത്തുവാൻ വരും തലമുറയെങ്കിലും നമുക്ക് പ്രാപ്തരാക്കണം. നമ്മുടെ ആശ്രമ കാര്യങ്ങളിലേക്കുള്ള അവരുടെ ശ്രദ്ധകൾ തിരിച്ചുവിടണം. പ്രബുദ്ധ കേരളം പോലുള്ള ശ്രീരാമകൃഷ്ണ മിഷൻ്റെ പ്രസിദ്ധീകരണം മലയാളത്തിലൊക്കെ ഉണ്ട്. പ്രബുദ്ധ ഭാരതവും ഇവിടെ പ്രബുദ്ധ കേരളമുണ്ട്. അതൊക്കെ വരുത്തുകയും വായിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയും ചെയ്താൽ അതൊരു മഹത്തായ കാര്യം. കുട്ടികൾക്ക് അതിൽ ഇൻട്രസ്റ്റ് വന്നാൽ അവർ പഠിക്കും. ഞാനൊരു പുകച്ചു പറയാൻ എൻ്റെ കൊച്ചുമോൾ, മൂത്ത മകളുടെ മകൾ എറണാകുളത്തുണ്ട്.
അവിടെ കൊച്ചിലോട്ട് ഗീത കൈ കൊടുക്കുകയും ഗീത പുസ്തകങ്ങൾ മേടിച്ചുകൊണ്ട് ഏത് പുസ്തകം മേടിച്ചുകൊണ്ട് ഗീത പുസ്തകം കൊടുക്കുക, അങ്ങനെ അതിനോട് താല്പര്യം വന്ന് അവർ സ്വയമേ അതങ്ങനെ താല്പര്യം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഭാഗ്യത്തിന് എറണാകുളത്ത് അച്ഛനും അമ്മയ്ക്ക് അങ്ങോട്ട് പോയിട്ട് ചിന്മയ മിഷൻ സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചു കൊടുത്തപ്പോൾ അപ്പോൾ ആ ഗീതയിലേക്ക് അന്ന് അവിടെ 8ാം ക്ലാസ്സിലാണ്, 8ാം ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് താല്പര്യം വരികയും കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ വന്നും കോട്ടയത്തിൽ നിന്നും പല ഭാഗങ്ങളിൽ ചെന്ന് ഗീത ചൊല്ലൽ മത്സരത്തിനൊക്കെ അവൾ പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഒരു 6ാം ക്ലാസ് തൊട്ട് അവൾ ഗീത, അപ്പോൾ ഞാൻ അഭിമാനിക്കും, എനിക്ക് ഭഗവത് ഗീത ഉണ്ടായിട്ടോ വിദ്യാഭ്യാസം കട്ടിച്ചു കൂടി ഇവിടെ പഠിച്ചൊക്കെ ഓർമ്മകളേ ഉള്ളൂ. പക്ഷെ അവർ ഭഗവത്ഗീത എഴുതുന്ന ശ്ലോകങ്ങൾ കാണാതെ കഴിഞ്ഞു. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതി. ഞാൻ കുറച്ചുകൂടെ പറയാറില്ല, വലിയ കാര്യമെന്ന് ആരോട് പറയാറില്ല. പക്ഷെ അതൊരു മഹത്തരമായ കാര്യമാണ്. ഗീത പഠിക്കുക അത്രയും ബുദ്ധിസ്ഥമാക്കിക്കൊണ്ട്. അപ്പോൾ അവരുടെ ഭാവി ജീവിതത്തിൽ പല കാര്യത്തിലും അവർ ഗീതയുടെ അർത്ഥം അവർ തന്നെ തിരയും. അപ്പോൾ ഒരു പ്രേരണ നൽകാനേ നമുക്ക് കഴിയത്തുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ യോഗമനുസരിച്ചും യോഗ്യതയനുസരിച്ചും അവർ തേടി പിടിച്ചുകൊള്ളും. അപ്പോൾ ആ യോഗം, ആ ഒരു പ്രാഥമിക താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ, പ്രേരണ നൽകുവാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിയണം. നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ സത്സംഗങ്ങൾ എല്ലാ മാസവും കൂടെ കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ വർഷങ്ങളായി കൊണ്ട് കയറിയിട്ട് ബാല്യകാലത്ത് കൂടെ വന്ന് എപ്പോഴും ഇതിലെ പോകുമ്പോൾ കയറുമായിരുന്നു. കുറച്ചാളായിട്ടില്ലായിരുന്നു. ഇത് വളരെ ഭവ്യമായ, ശാന്തമായ, സന്തോഷപ്രദമായ, സമാധാനം നിന്ന് ശാന്തി നൽകുന്ന ഒരു അധ്യായമാണ് നമ്മുടെ ഈ ഒരു സമയമാണ് നമ്മുടെ ഈ സത്സംഗം, ഈ റിട്രീറ്റ് നമുക്ക് ഈ അന്തര്യോഗം നമുക്ക് നൽകുന്നത്. ഇതിനകത്ത് കഴിയുന്നത് ഞാൻ വീണ്ടും വരും, ഈ വരണം, പങ്കെടുക്കണം, കഴിയുന്നത് ആ കാര്യം കൊണ്ടുവരും. അപ്പോൾ ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഏവർക്കും ശാന്തിയും സമാധാനവും ശക്തിയും ആത്മവിശ്വാസവും ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വന്ന അവിവേകം വന്നുപോയതിന് ക്ഷമിക്കണം. വിവരത്തിന് അതീതമായിട്ട് പറഞ്ഞു പോയതിന് സദയം മാപ്പ് നൽകണം. ആദ്യമായിട്ടാണ് ഇവിടെ വക്താവായിട്ടിരിക്കുന്നത്, പറഞ്ഞു അതിനുള്ള യോഗം അദ്ദേഹം ഒരുക്കി തന്നു. ഒരിക്കൽ കൂടി എവിടെയും നമ്മുടെ ശരത്തിനായിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.